ഹലോ ഫ്രണ്ട്സ്, ഇത് ശ്രീയ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് ഒരു സ്പെഷ്യൽ പേഴ്സന്റെ അടുത്താണ് വന്നിട്ടുള്ളത്. നമ്മൾ പല രീതിയിലുള്ള അച്ചാറുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. പല രീതിയിലുള്ള അച്ചാറുകൾ നമ്മൾ കഴിച്ചിട്ടും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നൊരു വെറൈറ്റി അച്ചാറ് പരിചയപ്പെടാൻ പോവാം. വെറൈറ്റി അച്ചാർ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാവാം. പക്ഷെ ഇത് വേറെ തന്നെ ഒരു ലെവൽ അച്ചാറാണ്. കേരമീന്റെ സ്പെഷ്യൽ അച്ചാറ്. അത് ആ കൈപ്പുണ്യം കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആണ് ആ അച്ചാറിന്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കാണണ്ടേ. ആ സ്പെഷ്യൽ പേഴ്സണെ കൂടി അതിന്റെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ. പിന്നെ ഇത് കൂടാതെ പല രീതിയിലുള്ള അച്ചാറുകള്, ഇടിയിറച്ചികള്, അങ്ങനെ പല ടൈപ്പിലുള്ള സാധന ഐറ്റംസ് ആൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ആ ആളെയും പരിചയപ്പെടാം, ആളുടെ ഒരു ഡിഷും നമുക്ക് ഇന്ന് പരിചയപ്പെടാം. അപ്പൊ വാ, ഇതാണ് മിസ്റ്റർ ജേക്കബ്. ഞാൻ പപ്പൂസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നമുക്ക് പരിചയപ്പെടാം എന്തൊക്കെയാണ് ആളുടെ സ്പെഷ്യാലിറ്റി, എന്തൊക്കെയാണ് ആൾ ഉണ്ടാക്കുന്നത്, ആദ്യം എന്തൊക്കെയാണ് ആൾ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഹലോ, എന്തൊക്കെയാണ് എന്താ ചെയ്യുന്നത് ഇപ്പൊ? അച്ചാറുകള്, ഇടിയിറച്ചി, എന്തൊക്കെ അച്ചാറുകളാണ് ചെയ്യുന്നത്? പാവയ്ക്ക, കോഴിക്കോട് ഭാഗത്ത് കയ്പയ്ക്ക എന്ന് പറയും. പിന്നെ നെല്ലിക്ക, മാങ്ങ, നാരങ്ങ, പിന്നെ മീനച്ചാറ്, ചൂര, കൊഞ്ച്, പിന്നെ മീറ്റ്, ബീഫ്, ചിക്കൻ. എന്താണ് ഏറ്റവും കൂടുതൽ അങ്ങനെ സ്പെഷ്യൽ? എന്താണ് സ്പെഷ്യൽ? ഇടിയിറച്ചി എന്ന് പറഞ്ഞ ഉണക്കിയ ഇറച്ചിയായിട്ടില്ല, പച്ച ഇറച്ചി മേടിച്ച് വേവിച്ചിട്ട് ചെയ്യണതാണ്. ആളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇടിയിറച്ചിയിലാണ് കേട്ടോ. ഇടിയിറച്ചിയിൽ എന്തൊക്കെ ഐറ്റംസ് ചെയ്യണ്ടേ? വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും. വെളുത്തുള്ളി അല്ലല്ല, ഏതൊക്കെ ഇറച്ചികൾ വെച്ചിട്ട്? ചിക്കനും പോത്തും. അപ്പൊ ചിക്കനും പോത്തും വെച്ചിട്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇടിയിറച്ചി ചെയ്യണത്. ഓരോ ഐറ്റത്തിലും പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ല. ഇതൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഐറ്റത്തിലും പ്രിസർവേറ്റീവ് ഇല്ല. ഫ്രഷ് ആണ്, നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്നല്ലേ. വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ നമ്മുടെ മനസ്സ് മുഴുവനും അതിനുള്ളിലേക്ക് കൊടുത്തിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മള് അങ്ങനെ അടുത്ത് കാണാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള കേര അച്ചാറാണ്. ഓക്കെ, കേര അച്ചാറിന്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യിക്കാൻ പോണത്. ഓക്കെ, എല്ലാം കൂടെ നമുക്ക് ഇപ്പൊ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇന്ന് കേര അച്ചാറിന്റെ റെസിപ്പി കാണാം. ഓക്കെ, അപ്പൊ നമ്മള് നേരെ കേര അച്ചാറിന്റെ അടുത്തേക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ഞാനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അല്ലെ. ഇത് എന്തൊക്കെയാണ്? പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണോ ഇതിൽ ആഡ് ചെയ്യേണ്ടതാണോ സാധനങ്ങളൊക്കെ? ഇത് കണ്ടോ, പച്ചമുളക് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, അതുപോലെ തന്നെ കറി ലീഫ്, അതുപോലെ തന്നെ ഇഞ്ചി, ചതച്ച ഇഞ്ചിയാണ് അല്ലെ. ചതച്ച ഇഞ്ചി ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യാനുള്ളതാണോ? അതെ അല്ലെ. ഇത് ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്യാനാണോ? അതിന്റെ കൂടെ നമ്മള് ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകും കൂടെ അരയ്ക്കും അല്ലേ. എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ഇല്ലാത്ത അച്ചാറാണ്. അതും അപ്പാര ടേസ്റ്റ് ആട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. നമുക്ക് എന്താ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം കാണാൻ വാ. അച്ചാറിനുള്ള മീനാണോ ഇത്? മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ളത്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഫിഷാണ് കേട്ടോ. കേര ഫിഷ് അല്ലേ. ഇത് കേര ഫിഷ് ആണോ? ഓക്കെ, ഇനി ഇതെന്താ ചെയ്യാ? അടുത്ത പരിപാടികൾ. അപ്പൊ ഇതിനിപ്പോ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഫ്രൈ ചെയ്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് തുടങ്ങാം. കാണാലോ. ആദ്യം ഉരുളി വെക്കുന്നു. ഉരുളി വെച്ചു. ഇനി അതില് നല്ലെണ്ണ, എള്ളെണ്ണ ഒഴിക്കുകയാണ്. ഇത് എള്ളെണ്ണയാണ് അല്ലേ? ഓക്കെ, എള്ളെണ്ണയാണ് ഒഴിക്കുന്നത്. അച്ചാറിന് എനിക്കറിയില്ല, അച്ചാറിന് എള്ളെണ്ണയാണല്ലേ. കേടുവരാതിരിക്കണമെങ്കിൽ എള്ളെണ്ണ വേണം. അച്ചാറ് കേടുവരാതിരിക്കാൻ എള്ളെണ്ണയാണ്. നമുക്ക് ഒരാഴ്ചയൊക്കെ നിൽക്കത്തുള്ളൂ. അച്ചാറ് പൊതുവെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇതില്. പക്ഷെ അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കണ്ട, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അല്ലാത്തവർ ഇത് കണ്ടു പഠിച്ചോളൂ. പിന്നെ ഈ കൈപ്പുണ്യം കിട്ടുമെന്ന് എനിക്കറിയില്ല. സൂപ്പറാണ് ഈ അച്ചാറ്. ഇനി എന്താ ചെയ്യാൻ പോന്നെ? ഇനി മീന് വറക്കാൻ വേണ്ടി ഇടണം. എണ്ണ ചൂടായിട്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാല് ഫിഷ് നമ്മള് ഇടും അല്ലെ, വറക്കാനിടും.
ഇത് വറുത്ത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം പണി കഴിഞ്ഞിട്ടാണ് അടുത്തത്. ആ ഫിഷ് നമ്മൾ ഇനിയിപ്പം പറഞ്ഞു കഴിഞ്ഞാല് വറക്കൽ കഴിഞ്ഞാൽ പിന്നെ പണിയില്ല അല്ലേ. അപ്പം ഈ എണ്ണയിലോട്ട് ഈ സംഭവം ഇട്ട് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇതൊരു അച്ചാറായി മാറാനുള്ള അടുത്ത പരിപാടി. ഓക്കെ, നോക്കാലോ. ഇതിനെന്താ ട്യൂണ ഫിഷ് എന്ന് പറയാം. ഇവിടെ എന്താ കേരാന്നാണോ പറയുന്നത്? കോഴിക്കോടൊക്കെ തൂത. തൂത മീൻ എന്ന് പറയും കോഴിക്കോട്. കണ്ണൂരോ? എനിക്കറിയില്ല, ഞാൻ കോഴിക്കോട് കാരണമായതുകൊണ്ട് കോഴിക്കോട് കാരണമായത് കോഴിക്കോട് വരെയുള്ള ഫിഷിന്റെ പേര് അറിയുള്ളൂ. നമ്മള് ജനനം കൊണ്ട് കോഴിക്കോടാണ് വളരുന്നത്, കൊല്ലത്താണ്. ജനനം കൊണ്ട് കോഴിക്കോട്, വളരുന്നത് കൊല്ലത്ത് കേട്ടാ. അപ്പം തെക്കും വടക്കും രണ്ടുമായേ. അപ്പം ഈ മീനിനെ നമ്മള് നമ്മള് കണ്ണൂരില് ട്യൂണാന്ന് പറയാം. എനിക്ക് അതിന്റെ മലയാളം എന്താണെന്ന് അറിയില്ല, സോറി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് മലയാളം അറിയില്ല. അങ്ങനെ ഒന്നല്ല, എനിക്ക് മലയാളമേ അറിയുള്ളൂ. ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് ട്യൂണാന്നുള്ള ഫിഷ് ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ തൂതാന്നാണ് ഇവര് കാലിക്കറ്റ് പറയല്, ഇവിടെ കേര ഫിഷ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഫിഷ് ഫ്രൈ ആവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഫിഷ് ഒക്കെ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇതേണ്ട നല്ല ഫ്രഷ് ആയിട്ട് ഫിഷ് ഇവിടെ ഇതേണ്ട സൂപ്പർ ആയിട്ടില്ലേ നോക്കേ. വാവ്. അപ്പൊ അടുത്ത പണി ഇനി എന്താണ്? ഇനി അടുത്തത് വെളുത്തുള്ളി ചെയ്യാനിടാം, എണ്ണ ഒഴിക്കാം. നേരത്തെ മീൻ വറുത്ത എണ്ണ അരിച്ച് അതിന്റെ കരടെല്ലാം മാറ്റിയിട്ട് ആ എണ്ണയും കൂടെ ഉപയോഗിക്കും. എണ്ണ ഒഴിച്ചു. മീൻ വറുത്ത എണ്ണ തന്നെയാണ് ഇതില് നമ്മള് ഇനി പോരായ്മയുള്ള എണ്ണ കുറച്ച് ഒഴിക്കും. മീൻ വറുത്ത എണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ കുറച്ചും കൂടി ആവശ്യത്തിനുള്ള എണ്ണ. നമ്മുടെ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തോണ്ട് എണ്ണ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും, കേട് വരാതിരിക്കും അല്ലേ. ആയോ? ഇത്രയും എണ്ണ വേണം അല്ലേ? എണ്ണ കാണിക്കാനുണ്ടോ? ഇനിയും കുറച്ച് വെളിച്ചെണ്ണ ചൂടായി എണ്ണ ചൂടായതിനു ശേഷം ഒഴിക്കും. ഓക്കെ, അപ്പൊ ഇതിലെന്തൊക്കെ ഇടുന്നേ? വെളുത്തുള്ളി മാത്രം ആദ്യം ഇടും അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇഞ്ചി. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് ഫസ്റ്റ്. ഇതിന്റെ വെള്ളമയം പോകാൻ വേണ്ടി ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ചെയ്യാൻ വേണ്ടി അതൊക്കെ ചെയ്യുന്നത്. വെളുത്തുള്ളിയിലുള്ള വെള്ളമയം ആദ്യം കളയാൻ വേണ്ടിട്ടാണ് ഇതിപ്പം ചെയ്യണത് അല്ലേ? അതെ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ലാസ്റ്റ് കറിവേപ്പില അല്ലേ? ഇതിപ്പോ മുഴുവനോടെയാണോ ഇടുന്നത് വെളുത്തുള്ളി? ഇത് വെളുത്തുള്ളി മുഴുവനോടെ ആണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അരച്ചത് വേറെ ഉണ്ട്. ആദ്യം വെളുത്തുള്ളി മുഴുവനോടെ ആദ്യം ഇട്ടിട്ടാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, എങ്ങനെയാന്ന് വെച്ചാല് ഫിഷ് വറുത്തിട്ടുള്ള ഓയിലും അതിന്റെ കൂടെ കുറച്ചും കൂടി ഓയിലും കൂടി അത് ചൂടായി കഴിഞ്ഞാല് അതിന്റെ കൂടെ വെളുത്തുള്ളി ആഡ് ചെയ്യും. ഫസ്റ്റ് തന്നെ മുഴുവനോടുള്ള വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. വെളിച്ചെണ്ണ ഇരുന്നാൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റത്തില്ല, ഒരാഴ്ചക്കുള്ളിൽ അത് കഴിച്ചു തീർക്കേണ്ടി വരും അല്ലെ? അപ്പം നല്ലെണ്ണയിലാണ് പൊതുവെ അച്ചാർ ഉണ്ടാക്കാറല്ലേ? കണ്ടോ? അപ്പൊ അതിനെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇഞ്ചി കട്ട് ചെയ്തിട്ടാണ് വരണം കേട്ടല്ലോ. അച്ചാറ് കേടുവരാതിരിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഇതിന്റെ ഒക്കെ വെള്ളമൊക്കെ വറ്റി കുടിച്ച് എടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വരും. ഓക്കെ, എന്താ ചെയ്യാൻ പോണത്? പച്ചമുളക് അല്ലെ? അടുത്തായിട്ട് നമ്മള് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്തൊക്കെ ഇട്ടെന്നറിയോ? മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടാണ്. മുഴുവനായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ടുള്ളത്, ഇഞ്ചി ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്. ഇപ്പൊ എത്രയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്? ഇതിന്റെ വെള്ളം പോണം അല്ലെ? അപ്പൊ ഇത് ഫ്രൈ ആവാൻ വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, കറി ലീഫാണ്. കറി ലീഫ് ഇതാണ്ട, കറി ലീഫ് നല്ല മൊരിഞ്ഞ് വരുന്ന
ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എടുക്കട്ടെ. ശേഷമാണ് അടുത്ത ജോലി. അപ്പൊ നമ്മൾ വറുത്ത് കോരിയതിനു ശേഷം കടുക് പൊട്ടിക്കുക അല്ലേ? ആ, കുറച്ച് മാറിയിട്ടുണ്ടേ. പൊട്ടി വരുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഫുൾ കടുക് പൊട്ടണം കേട്ടോ, അല്ലെങ്കിൽ കൈപ്പടിക്കും അല്ലേ അപ്പൂസേ? ആ, നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നേ, വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതൊക്കെ കൂടിയിട്ടുള്ള അത് ചതച്ചത് അല്ലേ? അരച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്ത് പേസ്റ്റ് അല്ലേ? ഇതാ അത് ഇതിലോട്ട് ഇടാൻ പോവാണ്. ഇനി അടുത്തത് മസാലപ്പൊടികൾ അല്ലേ? കുറച്ച് തീ ഓഫാക്കി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഓഫ് ചെയ്തിട്ടാണുള്ളത്. ആ ചൂടില് പച്ചമുളക് ഇത് ഇടയിക്കോളും. അപ്പൊ പൊടികൾ ഇടാണ്. കുറച്ച് മുളക് പൊടിയാണോ? കാശ്മീരി മുളക് അല്ലേ? ഇത് കുറച്ച് പിരിയൻ എരിവുള്ളത്. ഓ, ഇത് എരിവുള്ള മുളകാണ്. ഇതാ പിരിയൻ അല്ലേ? ഇളക്കണോ? കാശ്മീരിയാ? ഇത് ഇളക്കട്ടെ. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനാണ് ഇത് കണ്ടില്ലേ? ചെലപ്പെങ്ങാനും ടേസ്റ്റ് കൂടിയാലോ? ഒന്നാമത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങളാരും പറയരുത് ഇതിനെ കൊണ്ട് ടേസ്റ്റ് കുറഞ്ഞു. ടേസ്റ്റ് കുറയുന്നില്ല, ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇളക്കുന്ന മാത്രല്ല കേട്ടാ. ബാക്കിയൊക്കെ ഇതാ നമ്മളെ ആശാന്റെതാണ്. നല്ല മണമുണ്ട്. വാവ്, ഇതൊക്കെ മിക്സിയാ. കുറച്ച് പെരിഞ്ജീരകം. കുറച്ച് പെരിഞ്ജീരകാണോ അല്ല പെരിഞ്ജീരക പൊടിയാണോ? പെരിഞ്ജീരക പൊടി. വറുത്ത പെരിഞ്ജീരക പൊടി അല്ലേ? ഒക്കെ കൂടിയിട്ട് കലക്കന്ന മിക്സിങ് കേട്ടാ. മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാല. ഇവിടുന്ന് പൊടിച്ചാണോ? ഗരം മസാല പൊടി കേട്ടോ. എല്ലാവർക്കും അറിയാലോ ഗരം മസാല പൊടി. ഞാൻ തന്നെ പൊടിച്ച ഗരം മസാല. സ്വന്തമായി ഇവിടെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല പൊടി. അപ്പൊ നിങ്ങൾ അറിയും ഞങ്ങളും അങ്ങനെ തന്നെയാണെന്ന്. എല്ലാരും അല്ല, ചില ആൾക്കാരൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കാറ്, ചെയ്യാറ്. കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ, ഇതും ഇവിടെ പൊടിച്ചത്. ഇതൊക്കെ ഇവിടെ ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ പൊടി ഉണ്ടാക്കാറുണ്ട്, മസാലപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്, പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ കൂടി ഇട്ടല്ലേ? ഇനി നെക്സ്റ്റ് വിനാഗിരി. അച്ചാറിന്റെ അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പ്രധാന നായകനായ ഇടാൻ പോവാണ്. നെക്സ്റ്റ് ഇതാ ഇതിലെ മെയിൻ ആയിട്ടുള്ള താരങ്ങളെയാണ് ഞങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. ഇതിൽ കിടന്ന് ഇതിനെ നമ്മള് ഇങ്ങനെ മെഴുകും അല്ലേ? അതെ. പ്രധാന സാധനം കൂടെ ഇടാനുണ്ട്, ഉപ്പ്. മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതിൽ ഇട്ടിട്ടില്ലട്ടാ. എന്താണെന്ന് അറിയാവോ?
കുറച്ചുകൂടെ ഒഴിക്കേണ്ടി വരൂലേ? ഒഴിക്കേണ്ടി വരുമോ? ഒഴിക്കാം. ആ അങ്ങനെ അച്ചാറിന്റെ ഇതാ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ്. കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, അതൊക്കെ ഇതാ ഞങ്ങൾ വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അച്ചാറ് ഫിനിഷിംഗിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിലെന്തോ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അത് പറഞ്ഞിരുന്നില്ല കേട്ടോ. അതെന്തോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഇവരുടെ ട്രേഡ് സീക്രട്ട് ആണ്, അത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ അച്ചാറ് കഴിച്ചാൽ മതി, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഓക്കെ, അപ്പം ഏകദേശം അച്ചാറിന്റെ ഫൈനൽ മിനുക്ക് പണി. ചേർക്കാൻ ഒരു സാധനം കൂടി വിട്ടുപോയിട്ടുണ്ട്. ഇതാണ് സോൾട്ട് മാൻ. ഉപ്പിട്ടിട്ടുണ്ട്. ഞാനത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് കായപ്പൊടി കൂടി ഇടുന്നുണ്ട്. ഓക്കെ, കണ്ടോ സുഹൃത്തുക്കളെ, അച്ചാറിന്റെ മിനുക്ക് പണി ഫൈനൽ ആയിട്ടുള്ള ഇത് കണ്ടോളൂ. കണ്ടോ? സംഭവം കണ്ടല്ലോ, കാണാൻ തന്നെ നല്ല ചേലായിട്ടുണ്ട് കേട്ടാ. നിങ്ങൾക്ക് കാണണ്ടേ? കേട്ടോ, വാ വാ വാ. ഓക്കെ, ഇതാണ് സ്പെഷ്യൽ അച്ചാർ. ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് നമ്മളെ, കോണ്ടാക്ട്. ഇനി ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് നമ്മളല്ല, പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചൂടുണ്ടോ നോക്കണേ. ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് നല്ലതാണേ ചീത്തയാണെന്ന് പറയണേ. അടിപൊളി അച്ചാറാണ്. അപ്പം ആർക്കൊക്കെയാ വേണ്ടത് പെട്ടെന്ന് ഓർഡർ തന്നോളി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടുന്നുണ്ടായിരിക്കും. നിങ്ങൾ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എള്ള് മിക്സ് എന്ന് പറയുന്ന സാധനവും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എള്ള്, ബദാം, അവല്, കരിപ്പട്ടി, നെയ്യ്, ഏലക്കാപ്പൊടി, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു എള്ള് മിക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് എന്താ പറയേണ്ടത്, വേണ്ടുന്നവർക്ക് ഓർഡർ കൊടുക്കട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ എങ്ങനെയാ, എപ്പോഴത്തേക്കാ? അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.